സംഗീതരായിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേകമായ സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പോയിക്കാലം ദൈവസന്നിധിയിലായിട്ട് വന്നിരിക്കുന്ന നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ദൈവത്തിനെ കേൾക്കാൻ സന്തോഷപ്പെട്ട കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാൻ താല്പര്യമുണ്ട്? അതിന് മുമ്പ് എത്ര പേർ ദൈവസന്നിധി അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ ഹല്ലേലൂയയുടെ ശബ്ദം ഇത് പോരാ. ദൈവം ഇനിയും നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിശ്ചയമാണ്. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് വായിക്കുന്നത്? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത്. ഓരോ ശക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാണ് വിളിക്കപ്പെട്ടത്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ ആത്മികവും ഭൗതികവും ശാരീരികവും മാനസികവും മക്കൾ അങ്ങനെ എല്ലാം നിലയിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം. നമ്മുടെ അനുഗ്രഹം ദൈവത്തിന് ഇഷ്ടം. സമർത്ഥി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? സ്ഥലം പോരാതെ വേണം. സന്തോഷമില്ല, സന്തോഷത്തിന് പോരാ. അത് നമുക്ക് വേണ്ടി ദൈവം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം വളരെ സംഭവിക്കും. സ്ഥലം പോരാതെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. നിന്റെ കടത്തിന് നിറയാൻ പോവുക. വിശ്വസിച്ചാൽ സംഭവിക്കും, വിശ്വസിച്ചാൽ സംഭവിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് അനുഗ്രഹം വന്നേ മതിയാകൂ. പോരാ, നിങ്ങളുടെ സന്തോഷമൊന്നും പോരാ. ദൈവവചനം എത്ര ശക്തിയോടെ നിങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവത്തിന് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അത് ഇങ്ങനെ ചിന്തിക്കണം, അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. വേറെ ആരുടെ കാര്യം വിട്ടേര്, അത് എനിക്ക് വേണ്ടിയുള്ളത്. അങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇസ്രായേൽ ജനം എവിടെ നിൽക്കുന്നത് അറിയാമോ? ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്ത കനാൻ നാട്ടിൽ അവർ ചെന്ന് പ്രവേശിച്ചു. അവിടെ നിന്ന് അനുഗ്രഹം അവർ ഓരോ തലത്തിൽ പ്രാപിക്കാൻ പോവുകയാണ്. അവർ അനുഭവിക്കാം, ദേശത്തിന്റെ നന്മ അനുഭവിക്കാൻ പോവുകയാണ്. ദൈവം വാഗ്ദത്തം ചെയ്തെടുത്ത് അവരെത്തി. ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത് ദൈവം നമ്മളെ വാഗ്ദത്തം ചെയ്തെടുത്ത് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ തുടങ്ങുക. ഇനി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാൽ മതി. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. ആ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യോർദാനിൽ നിന്ന് നിങ്ങൾ പെറുക്കിയ കല്ല് അവിടെ നാട്ടിൽ നിർത്തിയിട്ട് വെള്ള കുമ്മായം തേച്ചിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണത്തക്ക നിലയിൽ അവിടെ കല്ല് പെറുക്കി വെച്ചിട്ട് അതിൽ കുമ്മായം തേച്ചിട്ട് എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണം കൊണ്ട് എഴുതണം. അനുഗ്രഹം നീ ഏറ്റെടുത്ത് നീ അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് യഹോവയുടെ ന്യായപ്രമാണം ആയിരിക്കണം എവിടെ നോക്കിയാലും കാണുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാൽ എന്തോ കാണണം? യഹോവയുടെ ന്യായപ്രമാണം. എത്ര പേർക്ക് തീരുമാനിക്കാൻ പറ്റിയ കർത്താവ് ഇന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാചനം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് മാറുകയില്ല. ഒച്ച കുറഞ്ഞു ഒന്ന് പറഞ്ഞ് ധൈര്യമാണെന്ന് പറഞ്ഞ കർത്താവ് നിന്റെ ന്യായപ്രമാണം വിട്ട് ഞാൻ വലത്തോട്ടോ ഇടത്തോട്ട് മാറുകയില്ല. ഈ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വഴിയെ പോകുന്നതിന് കൊടുക്കാനുള്ളതല്ല. പറഞ്ഞേ, ദൈവത്തിന്റെ വചനം വഴിയെ പോകുന്നതിന് കൊടുക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇസ്രായേൽ ജനതകൾ എത്രയോ സൗന്ദര്യമുള്ളവരോട് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാൻ വേണ്ടി ദൈവം ഇസ്രായേൽ ജനത്തെ ദേശത്ത് കൊണ്ടുവന്നിട്ട് അവരോട് പറയുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അനുഗ്രഹം ഭക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് യഹോവയുടെ ന്യായപ്രമാണത്തെ പ്രമാണിക്കുക. യഹോവയുടെ ന്യായപ്രമാണത്തെ പ്രമാണിക്കുക. അതിലെഴുതിയിരിക്കുന്നത് പോലെ എല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് എത്ര പേർക്ക് തീരുമാനമുണ്ട്? നിന്റെ തീരുമാനത്തിന് മേൽ ദൈവം ഇന്ന് സ്വർഗത്തിലെ ഭണ്ഡാരത്തെ തുറക്കാൻ പോകുകയാണ്. ഈ അനുഗ്രഹം നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ളതാണെങ്കിൽ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാം, ദൈവമേ നിന്റെ വചനം വിട്ട് ഞാൻ മാറിയിട്ടില്ല, എന്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പറയാൻ ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ധൈര്യം പ്രാപിച്ചിട്ട് ഇവിടെ നിലനിൽക്കാവൂ. അനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല, ദൈവവചനം അനുസരിക്കുന്ന ദൈവം നമ്മെ ഇന്ന് പകൽ ഇതിനകത്താക്കിയിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ ദൈവത്തിന്റെ ആത്മാവിനെ ശക്തമായി പറയാനുള്ളത്, ദൈവത്തിന്റെ വചനം അനുസരിക്കാനാണ് ദൈവത്തിന്റെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് വന്നിട്ട് തോന്നിവാസം നടക്കാനല്ല, ദൈവത്തിന്റെ വചനം പ്രമാണിക്കാനാ. ദൈവത്തിന്റെ വചനം അരുത് എന്ന് പറയുന്നത് അരുത്, ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ കിടിവാതിലെ ദൈവം തുറക്കും. അനുഗ്രഹം നിന്റെ മേൽ വന്നു വീഴും. ദൈവമേ ഈ വചനം വിട്ട് ഞാൻ ഇടത്തോട്ട് വലത്തോട്ട് മാറുകയില്ല എന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ ദൈവസന്നിധിയായിട്ട് എടുക്കുന്ന ഉടമ്പടിയാണത്. ചെയ്തോ? മക്കളെ, കുരുത്തക്കേട് കാണിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം അനുസരിക്കാമെന്ന് തീരുമാനിക്കാമെന്ന് നിങ്ങളുടെ ബുദ്ധി അധികം തുറക്കാൻ പോവാം. ഒന്നുകൂടെ ദൈവത്തോട് പറഞ്ഞ കർത്താവേ, ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കും. നിന്റെ വചനം വേണ്ടി ഞാൻ ഇടത്തോട്ട് വലത്തോട്ട് മാറുകയില്ല. എന്റെ മക്കളുടെ ബുദ്ധിയെ തുറക്കണമേ. അനുസരിക്കാമ്പോൾ ദൈവം എന്റെ ബുദ്ധിയെ തുറക്കും. വേറൊരു കാര്യം കൂടെ ചെയ്താൽ ഞാൻ പണ്ടോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ മക്കൾക്ക് ദൈവത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? സൺഡേ സ്കൂൾ ടീച്ചർ അല്ല. ടീച്ചർ പറഞ്ഞു കൊടുക്കും, അത് വേറെ കാര്യം. അതിന്റെ കുറവ് തിരുത്തി വീട്ടിൽ ഇരുന്ന് ദൈവത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ?
നിന്റെ മക്കൾക്ക് നീ ദൈവത്തിന്റെ വചനം ഉപദേശിച്ചു കൊടുക്കണം. ദൈവസന്നിധിയിൽ നാം അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ആദ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ക്രമീകരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ദൈവത്തിനെ പ്രമാണിക്കുക. രണ്ടാമത്തെ കാര്യം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. നീ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിക്കാമോ? ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ഉറപ്പോടെ, തീരുമാനത്തോടെ, ദൃഢനിശ്ചയത്തോടെ നീ ഇറങ്ങാമോ? ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ഭണ്ഡാരത്തെ തുറക്കും. ഇസ്രായേൽ ജനം ആ നാട്ടിൽ വന്നപ്പോൾ അവർ ആദ്യം ചെയ്ത കാര്യം ഇതായിരുന്നു. അവർ സമാഗമന കൂടാരം നിവർത്തി അവർ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ദേശം അവർക്ക് കീഴടങ്ങിയായിരുന്നു. ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചപ്പോൾ യോശുവയുടെ പുസ്തകം 18-ാം വാക്യം വായിക്കണ്ട. അതിനകത്ത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അവർ യഹോവയുടെ മുൻപിൽ സമാഗമന കൂടാരത്തെ നിവർത്തി ദൈവത്തെ ആരാധിക്കുവാൻ അവർ തീരുമാനിച്ചപ്പോൾ ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ദേശത്തുണ്ടായിരുന്ന ശത്രുവിനെ ദൈവം അവിടെ കീഴടക്കി. ആമേൻ. അടുത്തത് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ അവിടെ യാഗപീഠങ്ങളെ പണിയണം. രണ്ടാമത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം യഹോവയുടെ യാഗപീഠം പണിത് ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിന് പച്ച മലയാളത്തിലുള്ള പരിഭാഷയിൽ പറയാം, ദൈവത്തെ ആരാധിക്കുന്നതിന് മുൻകൈ എടുക്കണം. ആമേൻ. പോരാ, ആമേൻ പോരാ. നീ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ മുൻകൈ എടുക്കണം. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ദൈവം ഞാൻ ഇനി ഒരിക്കലും പുറകോട്ട് പോകുകയില്ല പറയാൻ തന്റെ ഉള്ളവർ കാര്യങ്ങൾ ഉയർന്ന് ദൈവത്തെ ശ്രദ്ധിച്ചാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആയിരിക്കണം. ഞാനിപ്പോ കൈ മുക്കാൻ പറയുകയാണെന്നിരിക്കട്ടെ, പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ കൈ ഉയർത്താൻ പറഞ്ഞാൽ എത്ര പേര് കൈ ഉയർത്തും? ഉയർത്തല്ല. എത്ര പേര് ഉയർത്തും? ഇല്ലാത്തൊന്നും മേലോട്ട് പോകുന്നില്ല. അതാ ഈ അനുഗ്രഹിക്കൊണ്ട് വരാത്തത്. പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാമോ? ഒരു പ്രാവശ്യം കൈയടിച്ചാൽ മതി. അതൊന്ന് ശക്തിയോടെ അടിച്ചേ. ഒരല്ലേ പറഞ്ഞാൽ അതൊന്ന് മനസ്സോടെ പറഞ്ഞേ. ഒരു പ്രാർത്ഥന മനസ്സോടെ, ഒറ്റ പ്രാർത്ഥന മനസ്സോടെ, മനസ്സോടെ. ഊഴമില്ലാത്ത ആരാധനയിലാണ് സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്നത്. ഊഴമില്ലാത്ത ആരാധന സ്വർഗത്തിലേക്ക് ഉയർത്ത്. സ്വർഗത്തിലെ ഭണ്ഡാരം ദൈവം തുറന്ന് നിന്നെ അനുഗ്രഹിക്കും. സ്ഥലം പോരാതെ വണ്ണ്, ഇടം പോരാതെ വണ്ണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ കുളിവാതിലുകൾ ഈ ആരാധിക്കുന്ന ജനത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ, അതിന് ലോകത്തിൽ എത്ര വലിയ ശക്തി തീരുമാനിച്ചാലും ദൈവം നിന്നെ പകരുന്ന അനുഗ്രഹത്തെ ആർക്കും തടയാൻ പറ്റത്തില്ല. അയ്യോ, നിങ്ങൾ ആലോചിക്കും, സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്നിട്ട് ആ കിളിവാത ദൈവം കൊണ്ട് തുറന്നിട്ട് ഈ സാധനം എല്ലാം താഴോട്ട് വിട്ടോണ്ടിരിക്കുക. ഒരുത്തൻ അതൊന്നും തടയാൻ ശ്രമിച്ചാൽ എത്രത്തോളം തടയും? പറഞ്ഞു ആ പറയുന്നവരുടെ മൂടി അനുഗ്രഹം വരും. ഒരു മണിക്ക് ഞാൻ പോകത്തില്ല. ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ ആരാധിച്ചതിനു ശേഷം മാത്രമേ എന്റെ പരിപാടിക്ക് പോകത്തുള്ളൂ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ദൈവം ഇന്ന് പകർക്കാൻ പോകുകയാണ്. നീ ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനത്തെ ദൈവം കുറിച്ചിടാൻ പോകുകയാണ്. നീ ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനത്തെ സ്വർഗത്തിലെ ദൈവം കുറിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഈ സമയത്ത് നീ നോക്കിക്കോ, നീ ഇതിനേക്കാൾ ഇരട്ടി സമ്പന്നനായിരിക്കും. നിശ്ചയം നീ അടുത്ത വർഷം ഇതിനേക്കാൾ ഇരട്ടി സമ്പത്തിനുണ്ടെങ്കിലായിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കാവുന്നതിലുണ്ടല്ലോ, അത് കാണുന്നവരെല്ലാം നിന്നോട് കരുണ കാണിക്കും. ദൈവത്തെ ആരാധിക്കുന്നത് തീരുമാനിക്കാമോ? ഇന്ന് തുടങ്ങുന്നവരുടെ അനുഗ്രഹം. നാളെ ഇന്ന് തുടങ്ങും. ഇത് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കാണാം. നിങ്ങളുടെ തീരുമാനം ശരിയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ വന്നവരെ കാണുമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുകയാണ്, അടുത്ത വർഷം ഈ സമയം നിങ്ങൾ ഇതേ അനുഭവത്തിലിരിക്കുകയില്ല. ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. നീ ഒരു അനുഗ്രഹമായിരിക്കും. അത് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുക. രണ്ടാമത്തെ കാര്യം ദൈവത്തെ ആരാധിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മുടെ എല്ലാ ആദ്യങ്ങളും നമുക്ക് ലഭിക്കുന്ന സകല നന്മയുടെ ഓഹരി ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അത് ചെയ്താൽ ദൈവം നമ്മെ ഇരട്ടിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ദൈവം അനുഗ്രഹിക്കും. നമ്മൾ കരണ്ടുകൂട്ടി വെച്ചിട്ടില്ലേ, അതിനപ്പുറം ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ പോകുക. അനുഭവത്തിലൊക്കെയും ദശാംശമെടുത്ത് ലേവിനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തൃപ്തിയാമണ്ണം തിന്മാൻ കൊടുത്ത ശേഷം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നീ ദൈവസന്നിധിയിൽ വന്ന് പറയണം. അതിന്റെ അർത്ഥം എന്തോ? അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആ ദേശത്ത് നന്മ നമ്മൾ പ്രാപിച്ചില്ല, അതിന് മുമ്പ് കൊടുക്കണം. നമ്മുടെ എല്ലാ നന്മയുടെയും മുഴുവൻ ദൈവസന്നിധിയിൽ കൊണ്ട് കൊടുക്കണം. ദശാംശം എന്ത് ചെയ്യണം? ദശാംശത്തിൽ നമ്മൾ കൈയിട്ട് മാറരുത്. ദശാംശം ആർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ദശാംശ ദൈവത്തിനുള്ളതാണ്. ദശാംശം കൊടുക്കാത്തവന് കള്ള എന്ന് നമ്മളോട് തന്നെ പറഞ്ഞു ചോദിച്ചു. മോഷ്ടിക്കുന്നതിന്റെ പേരെന്തുവാ?
അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ദൈവത്തെ മുട്ടിച്ചിരിക്കും. നമ്മൾ മറ്റുള്ള അവൻ വീട് തുറന്നു കയറി നമ്മളിവിടെ ദൈവത്തെ മുട്ടിച്ചിരിക്കുക. എത്ര പേർക്ക് ദൈവത്തിന് തീരുമാനം എടുക്കാൻ കഴിയും? കർത്താവ്, ഞാൻ ഇന്ന് മുതൽ എനിക്ക് കിട്ടുന്നതിന്റെ സകലത്തിന്റെ ദശാംശം ദൈവത്തിന് കൊടുക്കും. 10 രൂപ ആയിക്കോട്ടെ, 1 രൂപ ദൈവത്തിനുള്ളതാ, 100 ആയിക്കോട്ടെ, അതിന്റെ 10 രൂപ ദൈവത്തിനുള്ളതാ. കൊടുക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും വാതിലുകൾ തുറന്നിടട്ടെ യേശുവിൻ നാമത്തിൽ. പുതുവാതിലുകൾ തുറന്നിടട്ടെ യേശുവിൻ നാമത്തിൽ. അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല, യേശു തുറന്നിടുമേ. അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല, യേശു തുറന്നിടുമേ. ഇന്നെന്റെ അനുഗ്രഹത്തിൻ ദിവസം, ഇന്നെന്റെ വിടുതലിന്റെ സമയം.